നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരെങ്കിലും കളിയാക്കിയ നീ അത് നിർത്തുവോ? ഇല്ലല്ലോ. അവനൊക്കെ കളിയാക്കാൻ വരട്ടെ, തല കൊയ്യും അപ്പ തന്നെ. ആ എങ്കിൽ അതേ വാള് തന്നെ എടുത്തു വെച്ചാ മതി. പൂജയുടെ പേരില് കളിയാക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാം. നോക്ക്, ഇത് നിസ്സാര കാര്യമാണെന്ന് നിനക്ക് തോന്നരുത്. മുൻപ് എപ്പോഴൊക്കെ പ്രശ്നം വെപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അച്ചട്ടായി തീർന്നിട്ടുണ്ട് എന്ന കാര്യവും മറക്കാൻ പാടില്ല. ഈ കഷ്ടകാലം പൂജ നടത്തിയ തീരുമെന്നാണോ? എന്നിട്ട് നാളെ മുതല് ഞാൻ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി ഇവിടെ ഇരിക്കാം. അപ്പൊ ഭഗവാൻ നേരിട്ട് കൊണ്ടുവന്ന് തരോ എന്റെ രാധേ? കളിയാക്കരുത്. താൻ പാതി ഈശ്വരൻ പാതി എന്ന. നിന്റെ പകുതി നീ തന്നെ ചെയ്യണം. എന്നാലേ ഈശ്വര കടാക്ഷത്താൽ അവളെ നിനക്ക് തന്നെ കിട്ടൂ. സാറിന്റെ ആയുർബലത്തിനെ പോലും ശനി അപഹരിക്കുന്നതോ മറ്റോ ആണ് പറഞ്ഞത്. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാ ഒരുക്കങ്ങളും ഞാനും മണിച്ചനും കൂടി നടത്തിക്കോളാം. നീ വെറുതെ വന്ന് നിന്ന് തന്നാ മതി. ശരി, എന്നാ ഈ പൂജ നടത്താൻ പറയുന്ന അയാള് നാളെ തന്നെ നടത്താനും ജോത്സ്യർ തയ്യാറാ. പക്ഷെ ഇത് നടത്തണമെങ്കിൽ നമ്മളൊന്ന് തൃപ്പങ്ങോട്ടേക്ക് പോണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തൃപ്പങ്ങോട്ടോ? അതെന്തിനാണെന്ന് മനസ്സിലായില്ല. സമസ്ത പൊരുത്തവും ഒത്തുവരുന്ന ദമ്പതികൾ വേണ്ടേ പൂജയ്ക്ക്? ഇവിടെ അങ്ങനെ ആരിയ്ക്കുന്നു നമ്മുടെ പരിചയത്തില്? അത് ശരിയാ. ഈ നാട്ടിൽ കപ്പിൾസിനെയൊക്കെ കിട്ടാൻ വലിയ പാടാ. ആ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. നീ പൂജ നടത്താന്ന് സമ്മതിച്ചാൽ നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോവാം. അടുത്ത ദിവസം പൂജ റെഡി. എന്തു പറയുന്നു? ദമ്പതികൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിലോ? നാളെ തന്നെ പൂജ നടത്താൻ സാധിക്കോ? സംശയം എന്താ? എങ്കിൽ നാളെ തന്നെ പൂജ നടക്കട്ടെ. ഞാൻ ഏർപ്പാട് ചെയ്തോളാം ദമ്പതികളെ. ശരി, എങ്കിൽ നാളെ തന്നെ പൂജ നടത്താന്ന് തീരുമാനിക്കുന്നു. അല്ല, ആരാ ഈ ദമ്പതിമാര്? അത് പറഞ്ഞില്ലല്ലോ. അമ്മായി ഇവൻസിലെ പ്രസാദും അയാളുടെ ഭാര്യ അഞ്ജലിയും. രണ്ടുപേരും സൂപ്പർ ഭാര്യ ഭർത്താക്കന്മാരാ. ഞാനൊന്ന് പറഞ്ഞ അയാളും ഭാര്യയും വരും. അക്കാര്യം ഞാൻ ഏറ്റു. ശരി, എങ്കിൽ ബാക്കി കാര്യം ഞങ്ങളും ഏറ്റു. മണിച്ച, ജോൽസിനെ വിളിച്ച് പൂജ നടത്താന്ന് പറയും. അവർക്ക് തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സമയം കിട്ടട്ടെ. നീ കൂട്ടുകാരനെ വിളിച്ച് പറ, നാളെ ഭാര്യയും കൂട്ടിക്കൊണ്ട് കൃത്യസമയത്തെത്താൻ. അത് ഫോണിൽ പറഞ്ഞാ പോരാ, ഞാൻ തന്നെ നേരിട്ട് ചെന്ന് ക്ഷണിക്കാം അവരെ. അവര് വാക്ക് മാറ്റിയാലോ? ഏയ്, കാര്യം സമ്മതിച്ചു കഴിഞ്ഞാ അണുവിട മാറാത്ത സ്വഭാവമാണ് നമ്മുടെ പ്രസാദിന്. എനിക്ക് തീർച്ചയുണ്ട് അവര് വരും. മണിച്ച, രാവിലെ തന്നെ നമ്മൾ പ്രസാദിന്റെ വീട്ടിലേക്ക് പോകുന്നു. അയാളെയും ഭാര്യയും അച്ചൂട്ടനെയും കൂടെ കണ്ട് നമ്മൾ വിവരം പറയുന്നു. വേണമെങ്കിൽ പൂജയ്ക്ക് അവനെയും കൊണ്ടുവരട്ടെ, അല്ലേ? ആരൊക്കെ വന്നാലും ഒരു കുഴപ്പമില്ല. പൂജ നന്നായിട്ട് നടന്നാ മതി. ഭഗവാനെ. അമ്മേ, നടക്കൂ അമ്മേ. പ്രസാദും കുടുംബവും ഇവിടെ വരും. പൂജ നടക്കും. നമുക്ക് വേണ്ടി. എന്റെ ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.